നരേന്ദ്രമോദി സർക്കാരിനെതിരായും സംഘപരിവാറിനെതിരായും ആക്ഷേപമൊന്നും പറയാതെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ മറുപടിയായി പറഞ്ഞപ്പോൾ പോലും വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു വിനീത ഭാവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇവർ രണ്ടും രണ്ടല്ല, ഇവർ രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും നിരന്തരമായ ആക്ഷേപം ഉന്നയിച്ച് പിണറായി വിജയൻ BJPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി പിണറായി വിജയൻ ചർച്ച ചെയ്ത് എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിച്ചതാണ്. ഇവർ തമ്മിലുള്ള ഈ അവിഹിതമായ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. അതുകൊണ്ട് UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വാചാടോപമല്ലാതെ ഇവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുമില്ല. LDFിൻ്റെ കൺവീനറായ EP ജയരാജൻ തന്നെ വന്ന് BJP സ്ഥാനാർത്ഥികളെക്കുറിച്ച് പുകഴ്ത്തി പറയുക, BJP നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് ശ്ലാഘിക്കുക തുടങ്ങിയ പരിപാടികളാണ്. തൃശ്ശൂരിലെ CPM പിന്തുണയോടുകൂടിയുള്ള മേയർ അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഒരു പയ്യനെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് പാലോട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നടത്തിയെന്നാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം. എന്താണ്? ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ BJP നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇതിൽ ഇലക്ട്രൽ ബണ്ടിൽ അഴിമതി നടക്കുന്നു, സ്വിസ് ബാങ്കിലെ വിവരങ്ങൾ വരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ SBIയിലെ വിവരങ്ങൾ വരെ പുറത്തുവിടാൻ പേടിച്ചിരിക്കുന്നു തുടങ്ങിയ സാധാരണയായി രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെയും BJPയെയും രാഷ്ട്രീയമായി എതിർക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിട്ടും കേരളത്തിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കേസെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ ഇയാൾ ശ്രമിച്ചു, അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് പിണറായിയുടെ പോലീസ്. അപ്പം മോഡി പ്രേമവും മോഡി പ്രീണനവും ഏതറ്റം വരെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 9 പരാതികൾ ഞാൻ കൊടുത്തു എന്നെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ. ഒരു കേസ് പോലും എടുത്തില്ല. അതൊന്നും കേസെടുക്കാൻ പറ്റുന്നതല്ല എന്ന മറുപടിയാണ് കിട്ടിയത്. അപ്പം മോഡിക്കെതിരായി രാഷ്ട്രീയമായ ആരോപണം ഒരു ചെറുപ്പക്കാരൻ ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരായി മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് പിണറായിയുടെ പോലീസ് കേസെടുത്തിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു LDFന് അനുകൂലമായ തരംഗമുണ്ടെന്ന്. അദ്ദേഹം ജനങ്ങളുമായും മറ്റുള്ളവരുമായും പൂർണ്ണമായ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആകെ കൈരളിയും ദേശാഭിമാനിയും മാത്രമേ വായിക്കുന്നുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങൾ വായിക്കുന്നില്ല, ജനങ്ങൾ പറയുന്നത് അറിയുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന മാറ്റം അറിയുന്നില്ല. ഇവിടെ ഒരു സീറ്റ് പോലും കേരളത്തിൽ CPM ജയിക്കില്ല, BJPയും ജയിക്കില്ല. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ 20ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും. കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിനെതിരായും ജനങ്ങളുടെ ഇടയിലുള്ള അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം വോട്ടായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗം സംസ്ഥാന തലത്തിലുണ്ട്. ദേശീയ തലത്തിൽ വളരെ നിശബ്ദമായ തരംഗം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി ഉണ്ട് എന്ന് കൂടി ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പാനൂരിലെ മുഖ്യ പ്രചാരണമാക്കുന്നത് ചർച്ചയാക്കുന്നത് അവരുടെ സ്ഥാനത്ത് KK ശൈലജയ്ക്കെതിരെ സൈബർ അതിക്രമം UDFിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ്. അതിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയും മറ്റ് താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊന്നും മിണ്ടുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട് LDFിന്. ഇതിപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSുമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല,
UDF-കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മൻസൂർ എന്ന UDF അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊന്ന പാർട്ടിയാണിത്. അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ UDF-കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത്. അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണ ബോംബുമായിട്ടാണ് സ്ഥാനാർത്ഥിയും CPM-ഉം വന്നിരിക്കുന്നത്. ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ. കഴിഞ്ഞ മാസം 25-ാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി. ആർക്കൊക്കെയാണ്? മുഖ്യമന്ത്രിക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്, DGP-ക്ക്, SP-ക്ക്, ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞ 25-ാം തീയതി. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നടപടി അതിൻ്റെ അത് സ്വീകരിച്ചില്ലേ? LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി മുഖ്യമന്ത്രിക്കും DGP-ക്കും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും CPM-ഉം അല്ല മുഖ്യമന്ത്രിയും പോലീസും കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ. അതെന്താ സ്വീകരിക്കായിരുന്നത്? ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വൈകാരികമായി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുത്തിയാണ്. ഇത് 20 ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം, നിങ്ങൾ എന്താ നടപടി എടുക്കാത്തതെന്ന്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ അതോടൊപ്പം KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വൃന്ദാകാരാട്ടും ഉണ്ടായിരുന്നില്ല. ലതിക സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡിപ്പിച്ച, IC യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച, സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ. അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല. ഈ സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ല. കയ്യൂർ സമരനായകനായ കണ്ണന്റെ കൊച്ചുമോൾ രാധ വന്ധ്യവയോധിക തേങ്ങയിടാൻ പോയപ്പോൾ CPM-കാർ നടത്തിയ അസഭ്യവർഷം അപ്പോഴും കേട്ടില്ല. ആ സ്ത്രീയെ അപമാനിച്ചപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയില്ല. അപ്പോൾ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല. ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ. ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തു ചാടുന്നത് സതി, ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടുന്നത് കൊതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ? ഹരിതാബാബുവിനെ അപമാനിച്ചില്ലേ? ബിന്ദു കൃഷ്ണയെ അപമാനിച്ചില്ലേ? രമ്യ ഹരിദാസിനെതിരായി വിജയരാഘവൻ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ എത്ര നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരെല്ലാവരും എത്രമാത്രമാണ് ഈ സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത്? ഞങ്ങൾ അത് ഒരിക്കലും ചെയ്യാറില്ല. അത് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തോക്കാൻ നേരത്ത് അവസാനത്തെ ആഴ്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മന്ത്രി P. രാജീവ് ആരോപണം ഉന്നയിച്ചു. അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഈ വ്യാജ ഫിലിം, അശ്ലീല ഫിലിം ഉണ്ടാക്കുന്നതല്ലേ? വ്യവസായ മന്ത്രിയാണ് അന്ന് ആക്ഷേപം ഉന്നയിച്ചത്. എന്നിട്ട് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ. ഇവരുടെ പാർട്ടിയാണ്, സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലുള്ള ക്യാമറ വെക്കുന്ന ആളുകളാണ് CPM-കാർ. അത്രയൊന്നും കോൺഗ്രസും UDF ഒന്നും ഒരു കാലത്തും അധപ്പതിക്കില്ല. ഒരാളെ ഞങ്ങൾക്ക് എന്തിനാണ്? പിന്നെ അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരും. അവർ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ്. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. 1032 കോടി രൂപയുടെ അഴിമതിയുണ്ട്. 450 രൂപയുടെ PP കിറ്റ് 10,000 കണക്കിനുണ്ടാവും. 1550 രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ്. 7 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം 14 രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ്. ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായ നടപടി ലോകായുക്തയിൽ പെൻഡിങ് ആണ്. അവർ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് നടത്തില്ലല്ലോ. ഹൈക്കോടതി പോയല്ലോ കേസ് തള്ളിക്കളയണമെന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, പോയി ലോകായുക്തയിൽ കേസ് നടത്താൻ പറഞ്ഞു. അത് അഴിമതി ആരോപണമാണ് അവർക്കെതിരായിട്ട്. പിന്നെ അവർ കോവിഡ് കാലത്ത് PR ഏജൻസികളെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ലോകത്തെ ഏറ്റവും നന്നായി കേരളമാണ് മുമ്പിൽ കോവിഡ് നിയന്ത്രണത്തിലെന്ന് പറഞ്ഞു. ഇവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇവരുടെ കാലത്ത് ഒളിപ്പിച്ചു വെച്ച 28,000 കോവിഡ് മരണങ്ങൾ പുറത്തു വന്നല്ലോ. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതല്ലേ. അതായത് പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചവരുടെ ലിസ്റ്റ് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ കോവിഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് മരിച്ചവരുടെ പേരുകൾ ഒളിപ്പിച്ചു വെച്ചു. തെരഞ്ഞെടുപ്പിൽ കേരളം മുൻപന്തിയിലാണെന്ന് കാണിക്കാൻ ഇവർ മാറിക്കഴിഞ്ഞിട്ട് 28,000 കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നല്ലോ. അപ്പോൾ 28,000 പേരുടെ പേരാണ് ഇവർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒളിപ്പിച്ചു വെച്ചത്.
ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് മരിച്ചവരുടെ എണ്ണം. 2ാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം. 1ാം സ്ഥാനം മഹാരാഷ്ട്രയെ. എന്താ കാര്യം? കേരളത്തിൻ്റെ 3 ഇരട്ടി പോപ്പുലേഷനാണ്. 9.25 കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ശതമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ് കോവിഡ് മൂലം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചത് കേരളത്തിലാണ്. അപ്പോൾ അന്ന് PR ഏജൻസിയെ വെച്ച് ഇതെല്ലാം മറച്ചു വെച്ചു കോവിഡ് കാലത്ത്. ഇപ്പം അതേ PR ഏജൻസിയെ വെച്ച് വൈകാരിക പ്രതികരണമായി നുണബോംബ് പൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക. അതൊക്കെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഷാഫി പറമ്പിലിന് വേണ്ടി പ്രകടനം നടത്തിയവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു. ഞാനാണ് ആദ്യം പറഞ്ഞത്. നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ, അംഗൻവാടി വർക്കർമാരെ, സാക്ഷരതാ പ്രേരകന്മാരെ, ആശാ വർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഞാനാ പറഞ്ഞത്. എത്ര വോയിസ് മെസ്സേജുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് പോകണം എന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തിയ വോയിസ് മെസ്സേജ് പുറത്തിറങ്ങിയില്ലേ? പുറത്തിറങ്ങിയല്ലോ. അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഷാഫി പറമ്പിലിന് സ്വീകരണം കൊടുത്തവർ പറഞ്ഞു, ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല, ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരല്ല, അവരെ പേടിപ്പിച്ചുകൊണ്ടൊന്നല്ലെന്നാണ് പറഞ്ഞത്. അതാണ് അപമാനിക്കുന്നത്. അല്ല, അവരുമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല. അവരെ പേടിപ്പിച്ചാ കൊണ്ടുവന്നത്. അതാണ്. അതിന് നിങ്ങളാ മുദ്രാവാക്യം പറഞ്ഞ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല. തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്നുള്ളത് എൻ്റെ ആരോപണമാണ്. ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഉന്നയിച്ച ആരോപണമാണ്. ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. അവരെ മാത്രമല്ല, എല്ലാവരെയും, സ്കൂളിലെ പിള്ളേരെ വരെ കൊണ്ടുപോയില്ലേ? നാണമുണ്ടോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി, നവകേരള സദസ്സ് മന്ത്രിമാരാണെന്ന് ആളെ പേടിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. തൊഴിൽ പോകുന്നവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി നവകേരള സദസ്സിൽ നിന്ന് പറഞ്ഞ് എത്ര മെസ്സേജ് ഉണ്ട്. അങ്ങനെ ചെയ്തവരാണ്. എന്നിട്ട് ആരാ ശരിക്ക് സ്ത്രീകളെ അവമാനിച്ചത്? പോസ്റ്റിട്ട ജയരാജൻ എന്താ പറഞ്ഞത്? വെണ്ണപ്പാളികളായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ്. വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ആ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്ത്രീകളെയല്ലേ അവമാനിച്ചത്? വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി. അതാണ് സ്ത്രീവിരുദ്ധ നിലപാട്. ഈ ആവേശമൊന്നും കണ്ടില്ലല്ലോ. ആ MM മണി ലോകത്ത് പോയ എല്ലാവരും അധിക്ഷേപിച്ചപ്പോൾ ആ പെമ്പിളെ ഒരുമയെ, അവരുടെ സ്ത്രീകളെ, നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അയാൾ അവമാനിച്ചില്ലേ? ഈ നിയമസഭയിൽ വെച്ചല്ലേ ഒരു CPM-കാർ ക്രൂരമായി കൊല ചെയ്ത TP ചന്ദ്രശേഖരന്റെ ഭാര്യയെ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ അയാൾ അധിക്ഷേപിച്ചത്. അന്ന് ഇവരൊക്കെ എവിടെ പോയി? അന്ന് ഇവരൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഞങ്ങൾ ആര് സ്ത്രീകളെ അവമാനിച്ചാലും സ്ഥാനാർത്ഥികളെ അവമാനിച്ചാലും ഞങ്ങളതിന് കൂട്ടിയില്ല. ആരോപണങ്ങൾ ഉന്നയിക്കും. അത് ഉത്തരവാദിത്തത്തോടു കൂടിയാണ്. അത് ഇവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥി മന്ത്രിയായിരുന്ന ആളാണ് 5 കൊല്ലം. അവർക്കെതിരായി ആരോപണങ്ങളുണ്ട്, ഗൗരവതരമായ ആരോപണങ്ങളുണ്ട് അവർക്കെതിരെ. അവരത് PR ഏജൻസിയെ കൊണ്ടൊന്നും മറച്ചു വെപ്പിക്കണ്ട. അവസാനം മുമ്പ് തൃക്കാക്കര ഇറക്കിയ പോലെ ഇറങ്ങിയേക്കാണ്. അവസാന ആഴ്ചയിൽ പുതിയ സാധനമായിട്ട് അതൊന്നും ഇവിടെ ഓടില്ല. ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. അതിലൊരാൾ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയാണ്. ഒരാൾ കരാമക്കാരനായ ഒരാൾക്കെതിരെ കൂടെ കേസെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവായ ഒരാൾ ഈ പോസ്റ്റ്, അതായത് മോശമായ രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വരുന്ന വാക്കുകൾക്ക് ശരീരത്തിന്റെ പ്രസിദ്ധീകരണ അതിൽ വരുന്ന വാർത്തകളിൽ പോലും ഇത്തരത്തിലുള്ള മോശമായ കമന്റുകളുണ്ട്. അതിന് തള്ളി പറയുന്നുണ്ടോ? ഞാനൊരു കാര്യം കാണിച്ചാൽ, ഇപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിട്ടിരിക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടോ അല്ല കേൾക്ക്, എന്നാ ഇയാൾ പറയും. ഇയാൾ ചോദിച്ചിട്ട് അയാൾ എന്നെ മറുപടി പറയും. ഞാൻ പറയട്ടെ മറുപടി. നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയട്ടെ. നിങ്ങളെന്തിനാ എന്റെ കയറിയിട്ട് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം, അല്ലെങ്കിൽ ചോദിച്ച് തീർന്നിട്ട് ഞാൻ പറയാം. ചോദിച്ചോ. അത് ചോദിച്ചല്ലോ നേരത്തെ. അല്ല, അത് തന്നെയല്ല നേരത്തെ ചോദിച്ചത്. വീണ്ടും അത് ഒന്നുകൂടി ചോദിച്ചിരിക്കുകയാണ്, 2ാമത്തെ പ്രാവശ്യം. ഞാൻ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് തെറി വിളിക്കുന്നതാണ്. ഞാൻ കഴിപ്പിച്ചു തരാം. ഞാൻ 9 പരാതികൾ പ്രതിപക്ഷ നേതാവ് നിലയിൽ DGPക്ക് കൊടുത്തിട്ടുണ്ട്. DGPക്ക് എനിക്കെതിരായിട്ടുള്ള അധിക്ഷേപം വന്നത് ഒറ്റ കാര്യത്തിൽ കേസെടുത്തിട്ടില്ല. കേസെടുക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, രാഷ്ട്രീയ ആരോപണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ്. അതായത് മെഗാ എഞ്ചിനീയറിംഗിൽ നിന്ന് മോഡി 600 കോടി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്.
അതിനെതിരായിട്ട് മോഡിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് സ്വാധീനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത പോലീസാണ് കേരളത്തിലെ പോലീസ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളാരും മറുപടി പറഞ്ഞില്ല. 25-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയല്ലേ ഇലക്ഷൻ കമ്മിറ്റി CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ 3 ആഴ്ചയായിട്ട് പോലീസ് എവിടെയായിരുന്നു? ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും സ്ത്രീകളെയോ മറ്റുള്ളവരെയോ അപമാനിച്ചാൽ, അതായത് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, ഞങ്ങളതിനെ തള്ളിപ്പറയുക തന്നെ ചെയ്യും, ഞങ്ങൾ അതിനെ ഓൺ ചെയ്യില്ല. നിങ്ങളിത് മുഴുവൻ ഓൺ ചെയ്യുമായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ എഴുതിയത് ഞാൻ മോക്ക് തരാം. ഈ പോരാളി ഷാജി എന്ന് പറയുന്ന LDF-ന്റെ സൈറ്റിൽ നിന്നും അറിയപ്പെടുന്ന LDF നേതാക്കളുടെയും അറിയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റികളുടെയും അക്കൗണ്ടിൽ നിന്നും മാധ്യമ പ്രവർത്തകരായ വനിതകൾക്കെതിരായിട്ട് നടത്തിയ ഹീനമായ സൈബർ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ തരാം, ഒന്ന് വായിച്ചു. അതിന് ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? ഒരു കേസ് കൊടുത്തിട്ടില്ല. ഒരു അധിക്ഷേപവും ഇവിടെ നടന്നിട്ടില്ല. ആ രീതിയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെയാണ് പറയുന്നത്. ഷാഫിയുടെ ജോലി അതല്ലേ? ഷാഫി സമൂഹ മാധ്യമങ്ങളിൽ മറ്റേ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇതുണ്ടാക്കുന്നതല്ലേ, കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ ഷാഫിയുടെ ജോലി. അപ്പൊ അവർക്ക് ഷാഫിയെ ഒന്ന് അവമാനിക്കണം, ഷാഫിയെ ഒന്ന് വഷളാക്കണം. അത് പോക്ക് കണ്ട ആർക്കും തോന്നും. സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് കണ്ട വ്യാജ ഐഡി ഉണ്ടാക്കിയിട്ട് അതില് 2 തരത്തിൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നതായിട്ട് AP അബൂബക്കർ മുസ്ലിയാരുടെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേതിൽ ടീച്ചർ അമ്മയല്ല, ബോംബ് ടീച്ചർ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ 2 പോസ്റ്ററുകൾ. ഇതിനെതിരെ AP പരാതി കൊടുത്തോട്ടെ, അതിന് കേസെടുത്തോട്ടെന്ന്. ഞങ്ങൾക്ക് പല പരാതി ഉണ്ടായില്ല. അത് ഞാൻ ചോദിക്കണത് 3 ആഴ്ചയായിട്ട് മുഖ്യമന്ത്രി ഇതെടുത്ത് പെട്ടിയിൽ വെച്ച എന്താ കാര്യം എന്നാണ് എന്റെ ചോദ്യം. അന്ന് കേസെടുക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. 26-ാം തീയതി അല്ല, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. 25-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഇല്ലാതെ ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച ആകുമ്പോൾ ഇത് കത്തിക്കാൻ ഇറങ്ങിയങ്ങളെ കണ്ട നമുക്കറിയാം എന്തിനാണ് വരവെന്ന്. മനസ്സിലായില്ലേ? അവസാനത്തെ ആയുധം പുറത്തേക്ക് എടുക്കുക. ഈ കഴിഞ്ഞ 3 ആഴ്ച എവിടെ പോയിരുന്നു ഈ സംഭവം? അല്ല, ഞാൻ പറഞ്ഞല്ലേ അച്ചുവമ്മനെതിരായിട്ട് എന്തെല്ലാം അധിക്ഷേപമാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ കൊടുത്ത പരാതി കൊടുത്തു പോലീസിൽ, ഒരു കേസ് കൊടുത്തില്ലല്ലോ. അല്ല, ഞങ്ങൾ പരാതി കൊടുത്തു, ഞങ്ങൾ കേസെടുത്തില്ല. എന്തുമാത്രം ചെയ്തു അതൊക്കെ ഒന്ന് ഓർപ്പിച്ചാൽ മതി എല്ലാവരും. ഉമ്മൻചാണ്ടിയുടെ സജീവ രാഷ്ട്രീയത്തിലില്ലാത്ത പെമ്മകളെ കുറിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഒന്നും മറന്നു പോകരുത്. വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ഞങ്ങൾ കാണിച്ചു തരാം. ആ സംശയം എന്താ? എങ്ങനെ സ്വന്തം ഐഡിയ തന്നെ അവർക്കെതിരെ പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കും. ഞങ്ങൾ അല്ല കൊടുത്തോന്നേ, ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ഇതിനെ ഒന്നും ഞങ്ങൾ CPM ചെയ്യുന്നത് പോലെ കുട പിടിച്ച് കൊടുക്കില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്, ഒരു തരത്തിലും പോവില്ല. ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം മുമ്പ് പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ആരും വൈകാരികമല്ലല്ലോ. PT തോമസിന്റെ കേസിൽ ഉമാ തോമസിന് ആ പ്രശ്നമില്ലല്ലോ, ലതിക സുഭാഷ് ഇല്ലല്ലോ, രമ്യ ഹരിദാസിന് ഇല്ലല്ലോ. എന്താണ് പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല അന്ന് വിജയരാഘവൻ പറഞ്ഞത്? ഇത്ര മോശമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടില്ല. ഈ അതിജീവിതയെ കുറിച്ച്, അവിടുത്തെ ആ നേഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ നേഴ്സിനെ സത്യം റിപ്പോർട്ട് ചെയ്ത നേഴ്സിനെ 6 ദിവസം ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇരുത്തിയില്ലേ? എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചരണമാണ് CPM നടത്തുന്നത്, CPM ഹാൻഡിലുകൾ നടത്തുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ എത്ര പേരുടെ പേര് വരണം? സിന്ധു സൂര്യകുമാർ, അഖില നന്ദകുമാർ, ഷാനി പ്രഭാകർ, എത്ര വനിതാ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ സഹോദരിമാർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന, നമ്മുടെ വിനു വി ജോണിനെതിരായിട്ടൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന സാധനങ്ങൾ സ്വന്തം ഹാൻഡിൽ നിന്ന് ചെയ്യണ പാർട്ടിയല്ലേ? ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനമില്ല. വല്ലവരും ഒറ്റയ്ക്ക് വല്ല സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺ ചെയ്യില്ല. ഞങ്ങളെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള നടപടി എടുക്കും, ഉറപ്പായിട്ടും. ഇതിനകത്തൊരു മാതൃകാപരമായ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇതേപോലെ ഒരു പോസ്റ്റിനാണ് ഈ കമന്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊരു മാതൃകാപരമായ നടപടി എന്ന രീതിയിൽ അല്ല, അത് ഞങ്ങൾ പരിശോധിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ പരിശോധിക്കട്ടെ. നമ്മൾ ഈ ലോകത്ത് വരുന്ന എല്ലാ
ആളുകളുടെ പോസ്റ്റ് മുഴുവൻ കാണുക. കേക്ക് വെയിറ്റ്, ഞാൻ എൻ്റെ തന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ആരൊക്കെ വന്ന് എന്താ എഴുതിയെന്ന് നോക്കാറില്ല. വല്ല സുഹൃത്തുക്കളും വിളിച്ച് പറയുമ്പോഴാണ് അടിയിൽ മറ്റൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു പറയും. ഇപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം വന്നപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കാണട്ടെ, മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു. എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് പറയുന്നത്. നിവൃത്തിയില്ലാത്ത 9 പരാതി ഞാൻ കൊടുത്തു. 9 പരാതി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി എഴുതി കൊടുത്ത പരാതി പോലും കഴമ്പില്ല എന്ന് പറഞ്ഞത് തിരിച്ച് കേസെടുക്കാതെ വിട്ട ആളുകളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ എഴുതിയതൊക്കെയാണ്. എത്രയോ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് എത്ര കേൾക്കാൻ പറ്റാത്തത്. CPM അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അതേ രീതിയിൽ അത് നമ്മൾ ചെയ്യില്ലെന്നേ, ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നടപടിയെടുക്കും. താങ്കൾ പറഞ്ഞത് നിഷേധിക്കുകയല്ല. എല്ലാ പോസ്റ്റും നമ്മൾ കാണില്ല. എല്ലാവരുടെയും പോസ്റ്റിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് ആരൊക്കെ എഴുതിയത് നമ്മൾ കാണും. നമ്മൾ വളരെ കുറച്ചല്ലേ നമ്മൾ കാണുന്നുള്ളൂ. 1001 നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആരെങ്കിലും പരാതികൾ ഉന്നയിക്കുകയോ ചെയ്താൽ ഞങ്ങളത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ചെയ്യും. ഒരു നിലപാടുമില്ല. ഇപ്പം കാണിക്കുന്നതിന് 1-ാം പ്രതി ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ 1-ാം പ്രതി പിണറായി വിജയനാണ്. 25-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാളെ എവിടെ പൂത്തിവെച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. 3 ആഴ്ചയായിട്ട് അതിലെന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ 3 ആഴ്ച അത് പൂഴ്ത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയണം. അല്ലെ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കത്തിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവന്നാണെങ്കിൽ അത് സ്വയം കെട്ടുപോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ അടിയിൽ കമന്റ് ഇട്ടവരെ പറ്റിയല്ല ഈ സ്ഥാനാർത്ഥി പറഞ്ഞത്. ഷാഫി പറമ്പിൽ നേരിട്ട് ചെയ്തെന്ന് പറഞ്ഞു. എറണാകുളത്ത് ഉണ്ടാക്കിയത് CPM തന്നെയായിരുന്നു. അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇട്ടിട്ട് ഓടി. അവരെന്ത് ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന്. സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവർ പിന്നെ എന്താ ചെയ്യാൻ പഠിക്കാത്തത്?